പിതാവ്. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിൻ മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥാ, ഈ നേരം നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, നീ എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, നീ എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിൻ മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥാ, ഇന്നേരം നീയാണെൻ്റെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഇന്നത്തെ ഞങ്ങളുടെ ഭാവനയുടെ പേര് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. എടി സഫീറെ, സഫീറെ, എത്ര പ്രാവശ്യം വിളിക്കണം? നീ എവിടെ പോയി കിടക്കുക? എന്താ അനന്യു, ഞാനിവിടെ ഉണ്ട്. നമ്മുടെ വളരെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. എന്താ പറ, കേൾക്കട്ടെ. എടി സഫു, നമ്മുടെ തെക്കേ ഭാഗത്തെ സ്ഥലം വിൽപ്പനയായി. അയ്യോ ആണോ? സ്തോത്രം സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദൈവം വലിയവ ചെയ്തു. എല്ലാ ക്യാഷും ഉടൻ തന്നെ മേടിക്കണം, കടമൊന്നും കൊടുക്കണ്ട. ക്യാഷിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട, കേട്ടോ അനന്യു? ആ, അതാ ഞാനും വിചാരിക്കുന്നേ. കിട്ടുന്ന മുഴുവൻ ക്യാഷും മേടിച്ച് പാസ്റ്റർ പത്രോസിന്റെ കാൽക്കൽ വെക്കണം. എന്നിട്ട് വേണം എനിക്ക് ചർച്ചിലെ ഏറ്റവും ഫ്രണ്ടിലെ ചെയറിൽ പോയിരിക്കാൻ. ആഹാ, കൊള്ളാം. നിങ്ങൾക്കിത് എന്തു പറ്റി? ഓരോ ബുദ്ധിയില്ലാത്ത തീരുമാനം എടുത്തോളും. ആരുടെയും ഒക്കെ പോയി പറഞ്ഞോ? ഞാൻ നിന്നോടല്ലാതെ ആരോടെങ്കിലും ആദ്യം പറയുമോ? അവളുടെ ഒരു സംശയം. എല്ലാ ക്യാഷും ചർച്ചിനൊന്നും കൊടുക്കണ്ട, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. 100,000 ആവശ്യം ഇവിടെ കിടക്കുക, അപ്പോഴാ പുള്ളിയുടെ കൊടുപ്പ്. എന്നാ നീ പറ സഫു, അതുപോലെ ചെയ്യാം. നമ്മളുടെ മോൾക്കൊരു ഫ്ലാറ്റ് മേടിക്കാൻ കുറച്ച് കാശ് കൊടുക്കണം. എന്നാലേ എനിക്ക് ആ ജിമ്മിയുടെ മമ്മിയുടെ മുമ്പിലൊന്ന് ഞെളിഞ്ഞ് നിൽക്കാൻ പറ്റൂ. പിന്നെ കുറച്ച് രൂപ മോന് ഡൂക്ക് ബൈക്ക് മേടിക്കണം. ഇത്രയൊക്കെ കൊടുത്താലും ബാലൻസ് ഒരു നല്ല എമൗണ്ട് ഉണ്ടല്ലോ, അത് മുഴുവനുണ്ടെന്ന് പറഞ്ഞ് പാസ്റ്റർ പീറ്ററിന് കൊടുക്കാം. ആടിയ, നീ മിടുക്കിയാണല്ലോ. ഞാൻ ഇങ്ങനെ ഒന്നും ഓർത്തില്ല. നീ പറഞ്ഞ പോലെ ചെയ്യാം. എന്നാൽ വേഗം ഒരുങ്ങ്, നമുക്ക് ആ ക്യാഷുമായി ചർച്ചിൽ പോവാം. ഹാ, അനന്യു അങ്ങോട്ട് പോ, ഞാൻ പുറകെ വരാം. യെരുശലേം സഭയിൽ ആരാധന നടക്കുന്നു. അനന്യാസ് കയറി ചെല്ലുന്നു. പത്രോസ് അനന്യാസിനോട്, എന്തു പറ്റി ഇങ്ങോട്ട് വരാൻ? അപ്പോൾ അനന്യാസ്, വളരെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അതുമായി വന്നതാണ്. അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും സാത്താൻ നിന്റെ കൈവശമാക്കിയത് എന്ത്? മനുഷ്യനോടല്ല, ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത്. അപ്പോൾ അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇതൊന്നും അറിയാതെ സഫീറ വരുന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വെച്ചത് എന്ന് ചോദിച്ചു. അതിന് സഫീറ, അതെ, ഇത്രയ്ക്കെന്ന് പറഞ്ഞു.
അപ്പോൾ പത്രോസ്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ ഒത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതുക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, നമുക്ക് മനുഷ്യരിൽ നിന്ന് ഏത് കാര്യവും മറയ്ക്കാം, പക്ഷേ തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തോട് ആർക്കും മറയ്ക്കാൻ കഴിയും. നന്ദി.